നമ്മുടെ ഫസ്റ്റ് പ്രഗ്നൻസി വേഴ്സസ് സെക്കൻഡ് പ്രഗ്നൻസി വീഡിയോസിലെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് പ്രഗ്നൻസിയും സെക്കൻഡ് പ്രഗ്നൻസിയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഇരട്ട കുഞ്ഞുങ്ങളും രണ്ടാമത്തേൽ ഒരു കുഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ ആദ്യത്തെ എന്ന് പറയുന്നത് വളരെയധികം ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ നമ്മൾ കാത്തിരുന്ന് നമുക്കുണ്ടായതാണ്. പക്ഷേ സെക്കൻഡ് പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് വന്നു ചേർന്നതാണ്. അതുപോലെ തന്നെയുള്ളൊരു വ്യത്യാസമായിരുന്നു കേട്ടോ. ആദ്യത്തെ പ്രഗ്നൻസിയിൽ എനിക്ക് ഇവരെ പറ്റിയുള്ള ചിന്ത ഭയങ്കര കൂടുതലായിരുന്നു. പ്രത്യേകിച്ച് ഇരട്ട കുഞ്ഞുങ്ങളാണെന്ന് അറിഞ്ഞപ്പോൾ എന്ത് കുഞ്ഞുങ്ങളായിരിക്കും, അവർക്ക് ആരോഗ്യം ഉണ്ടാവുമോ, എങ്ങനെയാവും, എന്താവും എന്നൊക്കെയുള്ള ചിന്തകൾ കൂടുതലായിരുന്നു. പക്ഷേ ഈ കുഞ്ഞിച്ചക്കൻ വന്ന സമയത്ത് ഇവനെപ്പറ്റി ചിന്തിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. കാരണം മൂത്തവരുടെ ബഹളത്തിൻ്റെയൊക്കെ ഇടയിൽ ഇവനെപ്പറ്റി സത്യം പറഞ്ഞാൽ അധികം ആലോചനകൾ ഉണ്ടായിട്ടില്ല, ടെൻഷൻസ് ഉണ്ടായിട്ടില്ല, ഇവൻ എങ്ങനെയായിരിക്കും എന്നുള്ള ചിന്ത അധികം പോയിട്ടില്ല. എന്ത് കുഞ്ഞാവും എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ഇവൻ ജനിച്ചു കഴിഞ്ഞ ഒരു സമയത്തും എനിക്ക് ഇവർ മൂത്ത കുഞ്ഞുങ്ങൾ ഉണ്ടായപ്പോൾ അവരോട് തോന്നിയിരുന്ന ഒരു ഭയങ്കരമായൊരു, ആ ജനിച്ച സമയത്ത് തോന്നിയിരുന്ന ഭയങ്കരമായൊരു അറ്റാച്ച്മെൻറ്റും ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ഇത് എനിക്ക് അവനോട് പെട്ടെന്ന് അങ്ങ് തോന്നുന്നില്ലായിരുന്നു. അതെന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ കുഞ്ഞാണ്, അവനെന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ എനിക്ക് ടെൻഷനാണ്, അവനോട് സ്നേഹമുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഇവർ ജനിച്ച സമയത്ത് ഇവരോട് തോന്നിയിരുന്ന ഒരു ഭയങ്കരമായൊരു അടുപ്പം എന്തെന്നാ പറയാമെന്ന് എനിക്കറിയില്ല. ഇവൻ ജനിച്ച സമയത്ത് കുറച്ച് ദിവസം NICയിലൊക്കെ ആയിരുന്നു. ഞാൻ ഉടനെ കാണാത്തത് കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. ആ കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് ഇവനോട് അടുക്കാൻ ഭയങ്കര ഒരു തടസ്സം പോലെ ഉണ്ടായിരുന്നു. എന്നാൽ ഇഷ്ടത്തിൻ്റെ കുറവോ അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാൽ വിഷമമില്ലാതിരിക്കുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ആയിരുന്നില്ല. അതെന്തായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പം എനിക്ക് 3 ഇല്ലാതെ പറ്റില്ല. ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നതുകൊണ്ടോ അതല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള നമ്മളുടെ ഫിസിക്കൽ മെൻ്റൽ കണ്ടീഷൻസ് എങ്ങനെയാവും ആലോചിച്ചിട്ടോ എന്തൊക്കെ ടെൻഷൻസ് ആയിട്ടാണോ ആ ഒരു ഫീല് വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഇവന്മാർ 3 ഇല്ലാണ്ട് എന്നെക്കൊണ്ട് ഒരു തരി പോലും പറ്റില്ല കേട്ടോ. ഈ 3 ഇപ്പം എനിക്ക് ഒരുപോലെയാണ്. പറയല്ലേ, കടിച്ച് തിന്നാൻ തോന്നുന്നൊക്കെ ചില സമയത്ത് എനിക്ക് 3 കടിച്ച് തിന്നാൻ തോന്നും.